ബിഗ് ബോസ് സീസൺ 6 ലൈവൊക്കെ കണ്ട് ബോറടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാവിലെ ഇട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിയത്. ആ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിയ സമയത്ത് ഞാൻ ഒട്ടും അർഹിക്കാത്ത കുറേയധികം കമൻറ്റുകൾ കാണാനായിട്ട് സാധിച്ചു. ഞാൻ മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ അൻസിബ വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുകയും അതിൽ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ എടുത്തു പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സീസണിൽ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഗെയിമിനെ ഇൻഡിവിജ്വലി എടുത്ത് അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് കൂടുതലായിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനായിട്ട് മടി ഉണ്ടായിരുന്നില്ല. ഈ സീസണിൽ ഞാൻ ആ ഒരു പരിപാടി നടത്തിയില്ല. ഒത്തിരിയധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് നടത്താത്തത് എന്തുകൊണ്ടാണ്? പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയേണ്ടി വരും. അതൊക്കെ പിന്നെ കുറേയധികം ആളുകൾക്ക് പുനർവിചിന്തനമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കണ്ടസ്റ്റൻറ്റിന് മോർ ഡാമേജ് ഉണ്ടാവും. എന്തിനാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഞാൻ ചെയ്യാതിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ തുറന്ന് പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ എന്നാലും തുറന്ന് പറയില്ല പല ആളുകളുടെയും കാര്യങ്ങൾ. തുറന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ പലതും നമുക്ക് പറയേണ്ടി വരും. ഈ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കുന്ന സമയത്ത്, സ്ത്രീകളോടൊപ്പം കേൾക്കുന്ന സമയത്ത് പ്രത്യേക മനുഷ്യ സ്നേഹം തോന്നുന്ന ആളുകളുണ്ട്. അങ്ങനെ തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അത് പുരുഷനോടൊപ്പം ആണെങ്കിലും സ്ത്രീയോടൊപ്പം ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വേർഡുണ്ട്. അങ്ങനെ മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. അവർ ബാക്കിയുള്ള ആളുകൾക്ക് ഉപദ്രവകാരികളാണ്. അവർ വ്യക്തി അധിക്ഷേപം നടത്തും, പക ഉള്ളിൽ കൊണ്ട് നടക്കും. അവർ ബാക്കിയുള്ള ആളുകളുടെ മുൻപിലേക്ക് ചില ആളുകളെ വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ ഹൗസിലുള്ളതുകൊണ്ട് ഞാനത് ഗെയിമിലൊരു അനാലിസിസിന്റെ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും, മോർ ഡാമേജ് ആവും. ആ ഒരു ഡാമേജ് വേണ്ട. അപ്പോൾ ഫാൻസുകാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഫൻഡഡ് ആവും. ഒഫൻഡഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാത്തൊന്നും പറയില്ല, ഞാൻ ഉള്ള അങ്ങ് പറയും. ഉള്ള അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് വലിയ പ്രശ്നമാവും. അപ്പോൾ ഉള്ളത് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി. എൻ്റെ മനുഷ്യസ്നേഹി പട്ടത്തിന് കോട്ടം തട്ടു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തിരിച്ച് കളിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതിൻ്റെ കളിയൊക്കെ പുറത്താണ് നടക്കുന്നത്. എനിക്ക് ആ കളി തിരിച്ച് കളിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, എനിക്ക് കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം സീസൺ 6 ഏറ്റവും വിഷമാരാണ്, രാജവെമ്പാലെ ആരാണ് എന്നൊരു ചോദ്യം എനിക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്? എൻ്റെ മനുഷ്യസ്നേഹി പട്ടത്തിന് കോട്ടം തട്ടും, നാളെ ഞാൻ ഈ പട്ടമായിട്ട് വലയരക്കട ചെല്ലുന്ന സമയത്ത് എനിക്ക് അരി സാമാനവും കിട്ടത്തില്ല. എന്നാലും ഞാൻ ആ ഒരു ചോദ്യം അവിടെ ചോദിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കമൻറ്റ് ചെയ്യട്ടെ. ഏകദേശം 2-3 മണിക്കൂറിനിടയിൽ 2000-3000 ആളുകൾ ഇപ്പം വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്തതിൽ ഏകദേശം 59-60% വോട്ടുകൾ അൻസിബയ്ക്കുണ്ട്. ഇത്രയധികം ആളുകൾ അവർക്ക് ഫീൽ ചെയ്യാതെ വെറുതെ PR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വോട്ട് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തു, അവരെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചു. അവർക്ക് എന്ന് പറയുന്ന ഒരു വൈബ് ഉണ്ടായി. അതുകൊണ്ടാണ് അവിടെ ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നുള്ള ഒരു വോട്ട് അൻസിബയ്ക്ക് കിട്ടുന്നത്. ആ ഒരു ഗെയിമിനെ ഞാൻ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര റേഞ്ചിലേക്ക് പോകും. അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഞാനത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മനുഷ്യസ്നേഹി പട്ടത്തിന് വീണ്ടും കോട്ടം തട്ടും. ഈ ഒരു പട്ടത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. മറ്റേ ഈ പട്ടം ഒന്നും ഇല്ലാതെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് നല്ല വ്യൂസ് ഉണ്ട്. ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പട്ടം അങ്ങോട്ട് മാറ്റി വെച്ചാലും എനിക്ക് പ്രത്യേകിച്ച് ലോസ് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഭീഷണിപ്പെടുത്തുമ്പോഴാണ് ആളുകൾ വളരെ മോശമായിട്ടുള്ള ചില രീതികളിലേക്കൊക്കെ പോകുന്നത്. എനിക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. കേരളത്തിൽ 31% തൊഴിലില്ലായ്മയുണ്ട്. അപ്പോൾ ആ ഒരു തൊഴിലില്ലായ്മയാണ് നമ്മളിൽ കുറേയധികം ആളുകൾ ഈ ഒരു ലൈവിലേക്കൊക്കെ എത്തിക്കുന്നത്. ആ ഒരു തൊഴിലില്ലായ്മയും തൊഴിലിടത്തിലെ ശമ്പളക്കുറവുമാണ് എന്നെപ്പോലുള്ള ആളുകളെ ഇതുപോലുള്ളൊരു ജോലിയൊക്കെ എക്സ്ട്രാ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കേൾക്കുന്ന സാധനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക. അല്ലാതെ ഇപ്പോൾ എന്നെ പിടിച്ച് PR ആക്കി കഴിഞ്ഞാൽ ആ ഒരു കമന്റും എനിക്ക് റീച്ചിന് ഉപകരിക്കും, അതും എൻ്റെ തൊഴിൽ മേഖലയിൽ എനിക്ക് ലാഭത്തിന് ഉതകും എന്നുള്ളതേ ഉള്ളൂ. ഒരാൾ ഒരു ടോക്സിക് വൈബ് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അയാൾ വളരെ നെഗറ്റീവായിട്ട് വ്യക്തിവിരോധം വെച്ച് പക വെച്ച് പെരുമാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അത് സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ മോശം കമൻറ്റുകൾ ഇടുന്ന ആളുകൾ പലപ്പോഴും സ്ത്രീകളാണ്. വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ. ബിഗ് ബോസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പുറത്തൊരു മഴ പെയ്യുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട, വലിയ സംഗതിയൊന്നും അല്ലല്ലോ, വലിയ ക്ലിയർ ആയിട്ട് കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് എന്നുള്ളത് ബിഗ് ബോസിൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ വളരെ മാന്യം എന്നുള്ള രീതിയിൽ വന്ന ഒരു കമൻറ്റ് വായിച്ച് കേൾപ്പിക്കാം. ആ ഒരു കമൻറ്റിനകത്തെ ഒരു പെർട്ടിക്കുലർ വേർഡ് ജസ്റ്റ് ഒന്ന് കേട്ടോളുക. ഞാൻ അടുത്തിടയ്ക്കാണ് നിങ്ങളുടെ ചാനൽ ശ്രദ്ധിക്കുന്നത്. ജാസ്മിൻ്റെ ഒരു PR ചാനൽ പോലെ തോന്നലാണ്, കുഴപ്പമില്ല. ചില ആളുകൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഉറപ്പിച്ച് പറയുന്ന ആളുകളും തോന്നുന്ന ആളുകളും ഒക്കെ എന്താ ചെയ്യുക, അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവൾ സ്വന്തം ലൈഫ് വെച്ച് റിസ്ക് എടുത്ത് കളിച്ചു എന്ന് കരുതി അവൾ ജയിക്കണമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെയോ വീഡിയോയ്ക്കകത്ത് ചില ഭാഗങ്ങൾ വെട്ടിക്കണ്ടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ തെറിയിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടിച്ചു കയറി വരുന്ന ടീമുകളാണ്.
അങ്ങനെയാണെങ്കിൽ വോട്ടിംഗ് സിസ്റ്റം ഒന്നും വേണ്ടല്ലോ, ആരെങ്ങനെ കളിച്ചാലും ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നവരാണ് വിന്നർ. പിന്നെ അവളോട് ആരും പറഞ്ഞില്ല കാമം കാണിച്ച് വിന്നർ ആവണമെന്ന്. ഈ ഒരൊറ്റ വേടാണ് ഇവിടുത്തെ ഗെയിമിനെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ PR ആക്രമണമൊക്കെ നടത്തുന്ന മെയിനായിട്ടുള്ള സാധനം. സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന രണ്ടാളുകളിൽ കാമം കണ്ടെത്താൻ ഇവർക്ക് പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന, TV-യിൽ വന്ന, ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസ് അനുസരിച്ചിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഷോയിൽ വന്ന ഒരു രംഗം കണ്ടപ്പോൾ അവർക്ക് അവിടെ കാമം തോന്നി. നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. നമുക്ക് അങ്ങനെ കാമം തോന്നുന്ന കണ്ടന്റൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കണ്ടിട്ടുമുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു പ്രായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തോന്നാം ഈ സാധാരണക്കാരായിട്ടുള്ള രണ്ടാളുകളെ അവർ ചേർന്നിരുന്ന സമയത്ത് ഒരു ടെലിവിഷൻ ഷോയിൽ നിന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചില്ലറ പ്രശ്നമല്ല, അത് ഇത്തിരി കടുത്ത പ്രശ്നമാണ്. ആ ഒരു കടുത്ത പ്രശ്നത്തിനനുസരിച്ചിട്ട് ഒരു ഗെയിമിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റില്ല. അത് ഞാൻ ചില ആളുകളെ കുറിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിപാടിയല്ല ഇവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഓഡിയൻസിനെയും കണ്ടസ്റ്റൻസിനെയൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതത്ര കേൾക്കാൻ രസകരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള സംഗതിയൊന്നും ആയിരിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആൾക്കാരെ വെറുപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ വെറുപ്പിച്ചാലും വെറുപ്പിച്ചില്ലേലും നമുക്കൊരു ആവറേജ് കിട്ടും. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം ഞാൻ ആ ഒരു പോൾ ഇട്ടു. ഞാൻ പറഞ്ഞില്ല ഇന്ന ആൾ ടോക്സിക് ആണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞാലേ പ്രശ്നമാവുന്നുള്ളൂ. ഞാൻ ഇന്ന ആൾ ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ പ്രശ്നമാവുന്നു. പക്ഷെ ആളുകൾ പറയുന്നു ഇന്ന ആൾ ടോക്സിക് ആണ് എന്ന് എനിക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. ഞാനതിൻ്റെ ഒരു തെളിവിന് വേണ്ടിയാണ് ആ ഒരു പോസ്റ്റ് അവിടെ ഇട്ടത്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ ഇതിന് കമൻറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അത് ഞാൻ ഡയറക്റ്റായിട്ട് ടോക്സിക് എന്നുള്ള രീതിയിലൊന്നുമല്ല ചോദിച്ചത്. ഞാനൊരു മികച്ച രാജാവിനോട് ഉപമിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ശരിയല്ല, ഞാൻ ചെയ്തതും ശരിയല്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നാ പറയുന്നത്, ഈ മറ്റൊരാളെ വളരെ മോശമായിട്ട് ബുള്ളി ചെയ്തിട്ട് ഒരാളെ പൊക്കുന്ന പരിപാടി ശരിയല്ല. ടോക്സിക് എന്ന് തന്നെ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഡ്. ഇത്രയധികം ആളുകൾക്ക്, ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അൻസിബ ടോക്സിക് ആണ് എന്ന് തോന്നിയതിൻ്റെ റീസൺ എന്താണ്? അതിലേക്കാണ് നമ്മൾ വരുന്നത്. അൻസിബ വ്യക്തിപരമായിട്ട് പക വെച്ചിട്ട് ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നോറയുടെ ഫാമിലിയെ ഇന്നലെ ഒരു കണ്ടന്റായിട്ട് എടുത്തിരുന്നുണ്ട്. അത് നോറയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അൻസിബ ചെയ്തതാണോ? അല്ല. ഇപ്പോൾ ഡ്രസ്മിൻ നോറയോട് ഇതേ കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അൻസിബ, നോറ എന്ന് പറയുന്നവർ ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പോൾ ഫ്രണ്ട്സ് അല്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ് അല്ല? ഈ കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷനിലേക്ക് വളരെ മോശമായിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടന്നു. അവർ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ ശത്രുക്കളായിട്ടുള്ള നോറയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് അൺഫെയർ ആണെന്ന് തോന്നി, അത് തുറന്നു പറഞ്ഞു. എന്നാൽ പകയുള്ള ആളുകൾക്ക് അതൊട്ടും അൺഫെയർ ആയിട്ട് തോന്നിയില്ല. അവരുടെ ഓപ്ഷൻ ജാസ്മിൻ ആയിരുന്നു. ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തു. പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് അത് വളരെ മോശമായിട്ടുള്ള ഒരു ആക്റ്റാണ് എന്നുള്ളത് മനസ്സിലാക്കി ചോദ്യം ചെയ്ത സമയത്ത് നോറ വീണ്ടും പോസിറ്റീവായി, അൻസിബ നെഗറ്റീവായ സമയത്ത് അൻസിബ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? അൻസിബ അതിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലടക്കം അൻസിബ പറഞ്ഞത് എനിക്കത് നെഗറ്റീവായിട്ട് തോന്നി, പക്ഷേ അതൊരു ഗെയിമായിട്ടാണ് ഞാൻ കണ്ടത്. അത് എല്ലാ തവണയും ഫണ്ണല്ലേ, ഈ തവണ ഇത്തിരി സീരിയസ് ആയിട്ട് പോയിക്കോട്ടെ. അൻസിബ അതിന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സോറി ഒന്നും പറഞ്ഞില്ല. അൻസിബ അന്ന് തൊട്ട് ഉള്ളിൽ വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നോറ പോസിറ്റീവായി എന്നുള്ളതാണ്. അല്ലാതെ നോറയുടെ നിലപാടിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ നോറ എടുത്ത ആ ഒരു നിലപാട് ന്യായമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നുമല്ല. നോറ പോസിറ്റീവ് ആവരുത്. അന്ന് മുതൽ തന്നെ അൻസിബ ആ ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗെയിം ഇങ്ങനെ കളിച്ച് പോകുന്ന സമയത്താണ് അൻസിബയ്ക്ക് അടുത്ത ഒരു ചാൻസ് കിട്ടുന്നത്. അത് നോറയുടെ ഫാമിലി വന്ന ഒരു ചാൻസ് ആണ്. അൻസിബയെ പോലെ ഒരു ഗെയിമർക്ക്, അൻസിബയുടെ മെന്റാലിറ്റി ഉള്ള ഒരു ഗെയിമർക്ക് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ പേരൻസിനെ എതിർക്കുന്ന ഒരാളാണ്. നോറ പേരൻസിനെ പറ്റിച്ചു. ആ ഒരു അച്ഛനെ കണ്ടില്ലേ, അയാളെ പറ്റിച്ചിരിക്കുന്നു, നാട്ടുകാരെ പറ്റിച്ചിരിക്കുന്നു. ഒരിക്കലും ഇതൊരു പ്രോപ്പർ ഫെയർ ഗെയിം അപ്രോച്ച് അല്ല. ഇതൊരു ഗെയിം ആവരുത്. ഒരു വീട്ടിലെ കാര്യം ഗെയിമായിട്ട് വരരുത്. ഇവിടെ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഋഷിയും അതേപോലെ തന്നെ അഭിഷേകിനെ പോലുള്ള ആളുകളാണ്. ഇവരെല്ലാം ആ ഒരു തരത്തിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവർ പോലും അൻസിബയുടെ ആ ഒരു ലെവലിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അൻസിബ ആദ്യമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ഗെയിം കളിക്കുന്നത്? അല്ല, അൻസിബ ഇതിന് മുൻപും കളിച്ചിട്ടുണ്ട്. അപ്സരയ്ക്കെതിരെ അൻസിബ ഗെയിം കളിച്ചത് എന്തുകൊണ്ടാണ്? അപ്സര നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നറിഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങളിൽ അൻസിബയെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അപ്സരയ്ക്കെതിരെ ഹേറ്റ് വരേണ്ട ഒരു നിലപാട് പറച്ചിലും അപ്സരയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല.
അപ്സരയ്ക്കെതിരെ നല്ല രീതിയിലുള്ള ഹെയ്റ്റ് ആദ്യം മുതൽ തന്നെ അത് ഋഷിയിലേക്ക് കൊടുക്കുന്നുണ്ട്, കൂടെയുള്ള ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരിലേക്കും കൊടുക്കുന്നുണ്ട്. നോറയിലേക്ക് ഇൻജെക്ട് ചെയ്തത് അൻസിബയാണ്. അത് അപ്സരയ്ക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് ആയിരുന്നു, അത് ഗെയിമല്ല. അത് അപ്സരയോടുള്ള അസൂയയും കുശുമ്പും എന്നീ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഇപ്പോൾ ആൾക്കൂട്ട വിചാരണ നടക്കുകയുണ്ടായി മറ്റേ ജാസ്മിൻ ഗബ്രി കേസിൽ. മറ്റേ ഇപ്പോൾ ഒരു ചേച്ചി വന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരെ പോലെ വിചാരിച്ചിട്ടുള്ള ആളുകളുടെ അഭ്യർത്ഥനയെ മാനിച്ചിട്ട് ഒരു ആൾക്കൂട്ട വിചാരണ നടക്കുകയുണ്ടായി. ആ ഒരു സമയത്താണോ അതിനു മുമ്പാണോ അൻസിബ് പറഞ്ഞ ഒരു കമന്റ് എന്തായിരുന്നു, ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ ടൂറ് വിടുന്നതിൽ നിന്ന് പോലും ആളുകൾ മടിച്ചു നിൽക്കും, ആൺകുട്ടിയും പെൺകുട്ടിയും അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് അവരങ്ങനെ ഒരു സദാചാരം അങ്ങോട്ട് പറഞ്ഞു. ഈ ഒരു സാധനം പറയുന്ന സമയത്ത് അൻസിബയെ വളരെ സ്നേഹത്തോടെ എടുത്ത് ചേർത്ത് നിർത്തി ഒരു കൂട്ടം ആളുകൾ. എന്തിനു വേണ്ടി? മറ്റേ ഫ്രസ്ട്രേഷൻ ഒരു കൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ ചേർന്നിരിക്കുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത രീതിയിൽ വേദന തോന്നുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ജാസ്മിൻ്റെ കേസിൽ ഇപ്പോൾ മറ്റേ വിവാഹം ഉറപ്പിച്ചിട്ട് പോയ ചെറുക്കനോടുള്ള സ്നേഹം കൊണ്ടാണോ ഇവർ ഈ കിടന്നിട്ട് ഈ പറയുന്ന കോലം കിട്ടുന്നത്, ഈ കമൻറ്റ് ബോക്സിൽ വലിയ പോരാട്ടം നടത്തുന്നത്? അല്ല, ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീ ഏതോ തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, ഏതോ തരത്തിൽ ചിരിക്കുന്നുണ്ട്, അവൾക്ക് കുറേയധികം സപ്പോർട്ടുണ്ട്, അവൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ മാത്രമാണ്. അല്ലാതെ മറ്റേ പയ്യനോടുള്ള ഒരു സ്നേഹം കാണിക്കേണ്ട എന്നുള്ളത് അവൻ വ്യക്തമായിട്ട് പല വീഡിയോസിൽ കൂടെ പല പോസ്റ്റുകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അയാളെ വിട്ടേക്കുക, അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അയാൾ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട. വലിച്ചിഴച്ചുകൊണ്ട് വരുന്നതും ഈ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ടാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണോ? അല്ല, അത് ഹെയ്റ്റേഴ്സാണ്. അവരാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതെല്ലാം ഈ ആളുകളുടെ ഒരു മനോവൈകൃതത്തിൻ്റെ ബേസിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു റിയാലിറ്റി ഷോയിൽ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് പറയുകയും അത്തരത്തിലുള്ള ഹിൻഡുകൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ കിട്ടുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഒരു കണ്ടസ്റ്റൻ്റ് പോളിഷ്ഡ് ആയിട്ട് വരുന്നത്. അത്തരത്തിൽ പോളിഷ്ഡ് ആയിട്ട് വരട്ടെ അൻസിബ. നിലവിലത്തെ സാഹചര്യത്തിൽ അൻസിബയുടെ ഗെയിം ഈസ് നോട്ട് എ ഗെയിം. അൻസിബയുടെ ഗെയിം എന്ന് പറയുന്നത് റിവെഞ്ച് ആണ്. റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ആ മോഡിയുടെ വീഡിയോയിൽ. അൻസിബയുടെ കൂടെ ചേർന്ന് നിന്ന് അൻസിബയെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോറയ്ക്ക് കിട്ടിയതുപോലെയുള്ള റിവാർഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ സ്വന്തം നിലപാടുകൾ പറയുകയും അത് അൻസിബയ്ക്ക് എതിരാവുകയും ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ഗെയിമാണ് അൻസിബയുടെ ഗെയിം. ദാറ്റ്സ് നോട്ട് എ ഗെയിം, ഒട്ടുമല്ല. അത് പക വീട്ടലാണ്. ആ ഒരു പക വീട്ടൽ വേറെ ആർക്കെങ്കിലുമൊക്കെ മനസ്സിന് കുളിർമ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രോപ്പർ ഗെയിം അനാലിസിസ് അല്ല. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അൻസിബയ്ക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആളുടെ ഗെയിം ഈസ് എ ടോക്സിക് ഗെയിം എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. പ്രേക്ഷകരെ ബഹുമാനിക്കണം, അതങ്ങനെയാണല്ലോ, പ്രേക്ഷകരെ ബഹുമാനിക്കണം. ഇപ്പം ഒരു സമയത്ത് എല്ലാ ആൾക്കാരും കൂടെ പല കണ്ടസ്റ്റൻസിനെതിരെ തിരിഞ്ഞ സമയത്തും ഈ ഹേറ്റേഴ്സൊക്കെ വന്ന് പറഞ്ഞ എന്താണ്, പ്രേക്ഷകരെ ബഹുമാനിക്കണം. ഞാൻ പ്രേക്ഷകരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു വോട്ടിങ്ങിനെ കണക്കിലെടുക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.